പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ശനിയാഴ്ച ദിനം പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയിൽ വലിയൊരു അഭിഷേകം കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്ക് ബലിയർപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന മടി, അലസത അതുമൂലം നമുക്ക് ബലിയർപ്പണം നടക്കുന്നില്ലെങ്കിൽ കർത്താവിനോട് ഇന്നേ ദിവസത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, ഒരുക്കത്തോടു കൂടി തലേ രാത്രി മുതലേ ബലിയർപ്പണത്തിന് ഒരുങ്ങി ബലിയർപ്പിക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതേസമയം തന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ചില ജീവിത സാഹചര്യത്തിൽ നമുക്ക് ഒരു സാധ്യത ഉണ്ടാവില്ല ബലിയർപ്പിക്കാൻ. 50 കിലോമീറ്റർ 60 കിലോമീറ്റർ ഒരു പക്ഷേ നമ്മൾ പുറത്തൊക്കെ ആണെങ്കിൽ ബലിയർപ്പണത്തിന് ഈവൻ ലാറ്റിൻ പള്ളികൾ പോലും ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർ ശരിക്കും മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ളവർ മാത്രം ഒരു പക്ഷേ ഓൺലൈനിൽ കുർബാന കണ്ടാലും അത് കുറച്ചൊക്കെ ന്യായീകരിക്കപ്പെട്ടേക്കാം. നമുക്ക് പരിശുദ്ധ കുർബാനയ്ക്ക് സാധ്യതയുണ്ടായിട്ട് TV-യിൽ കുർബാന കാണുന്നത് നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ കോവിഡിന് മുൻപ് കൃത്യമായിട്ട് എഴുതി കാണിക്കുമായിരുന്നു, മാധ്യമങ്ങളിലൂടെയുള്ള ബലിയർപ്പണം അല്ല കൂദാശ സ്വീകരണം വാസ്തവമല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം എഴുതി കാണിക്കുമായിരുന്നു. ഇപ്പോൾ മാധ്യമങ്ങളോട് കുമ്പസാരിക്കാൻ പറ്റില്ല, അത് ലൈവായിട്ടാണ്. അതുകൊണ്ട് ബലിയർപ്പിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ദേവാലയത്തിൽ വന്ന് നമ്മൾ ബലിയർപ്പിക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു കൃപ കർത്താവ് നിങ്ങൾക്ക് തരണേ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് റോമ 12:2. അവിടെ വചനം വെളിപ്പെടുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്നിട്ട് പറയാം, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുക. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ഒരു കാലഘട്ടത്തിൽ പ്രിയ സഹോദരങ്ങൾ, ലോകത്തിൻ്റെ സ്പിരിറ്റ്, വേൾഡ്ലി സ്പിരിറ്റ്, അച്ഛൻ നമ്മുടെ ധ്യാനകേന്ദ്രത്തിലേക്ക് വരുന്ന അനേകം മക്കളെ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും വലിയ പൈശാചിക പീഡ എന്ന് പറയുന്നത് ലോകവുമായിട്ട് താതാത്മ്യപ്പെടാനുള്ള മനുഷ്യൻ്റെ ഭയങ്കരമായൊരു ആഗ്രഹം. അതെന്ന് പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിന് മക്കളെ അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുകയും. എന്നിട്ട് പറയാണ്, ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ മനസ്സിൻ്റെ രൂപാന്തരീകരണം വന്നാൽ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ വചനം ലോകത്തിന് അനുരൂപരാകരുത്, കർത്താവ് മനസ്സിൻ്റെ രൂപാന്തരീകരണം ഞങ്ങൾക്ക് വേണം. നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവ് അതിൻ്റെ കൃപ, ഈ വചനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള കൃപ കർത്താവ് നമുക്ക് തരും. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. എപ്പോഴും എന്നേക്കും ആമേൻ.